ഹലോ, എല്ലാവർക്കും സുജസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്നാക്സിൻ്റെ കേട്ടോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കല്ലേ. അപ്പോൾ അതിലേക്ക് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയും ഒരു മുക്കാൽ നാളികേരം എടുത്തിട്ടുണ്ട്, ഒരു മുറിയും ഒരു കാബാ കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബൂസ്റ്റിൻ്റെ കവറുണ്ട്, അത് പൊട്ടിച്ച് ഇട്ടുട്ടോ, ബൂസ്റ്റ് ചേർത്തു. പിന്നെ അതിലേക്ക് ഉപ്പ് ചേർക്കണം, ചെറുതായി മധുരം ചേർത്ത് ഉണ്ടാക്കണേ കാരണം കുറച്ച് ഉപ്പ് ചേർക്കാവൂ കേട്ടോ. ചെറുതായിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തു, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 3 ടീസ്പൂണോളം പഞ്ചസാര ചേർത്തു. ഇനി ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കട്ടെ അതിലേക്ക്. 1 ടീസ്പൂൺ നെയ്യും ചേർത്തുണ്ട്. ഇനി എല്ലാം കൂടി നമുക്ക് മിക്സാക്കിയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കതിൽ ഒരു കപ്പ് വെള്ളം എടുക്കാം കേട്ടോ. വെള്ളം കൊണ്ട് കുഴച്ചെടുക്കുക. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് മാവിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ എടുത്ത് കൊടുക്കണം. കുഴയ്ക്കാൻ തോരം വേണ്ടി വരും നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് ഞാൻ കുഴക്കണം കേട്ടോ. അപ്പം പിന്നെ ഒരു ടീസ്പൂൺ നെയ്യൊക്കെ ഉള്ള കാരണം അതിൻ്റെ നനവൊക്കെ ഉള്ള കാരണം അധികം വെള്ളം വേണ്ടി വരില്ല. ഇപ്പം 3/4 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മാവിനെ നന്നായി കുഴച്ച് നോക്കാം. അപ്പോൾ അതേ കണ്ടോ, കുഴച്ചൊരു വിധം വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് കണ്ടോ. 3/4 കപ്പോളം വെള്ളം വേണ്ടി വന്നുള്ളൂ. കുഴ എന്നാൽ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒത്തിരി വെളിച്ചെണ്ണ കയ്യിലേക്ക് ആക്കിയിട്ട് കൈമ്പലത്തേക്കൊന്ന് പോരാൻ വേണ്ടിയിട്ടേ അതൊന്ന് മിക്സാക്കിയിട്ട് കൈമൊന്ന് അതൊന്ന് കുഴച്ച് വെക്കട്ടെ. നല്ല മിനുസായി കിട്ടും ചെയ്യും. അപ്പോൾ മുകൾ ഭാഗം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ ഇത്തിരി എണ്ണ ആക്കിയിട്ട് ഇങ്ങനെ കുഴച്ച് അവിടെ മാറ്റി വയ്ക്കാട്ടോ. ഇനി ഒരു പാൻ വെക്കാട്ടോ ചൂടാവാനായിട്ട്. ആ പാൻ ചൂടായപ്പോൾ അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്നാക്സിന് വേണ്ടി കുഴച്ച് വെച്ചതുണ്ടല്ലോ, അതെടുത്തിട്ട് ഞാൻ ഓരോ ഉരുളകളാക്കിയിട്ട് ഇടണം കേട്ടോ. നമുക്ക് ഏത് രൂപത്തിൽ വേണം കുട്ടികൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ പലയാമ പരത്തിയിട്ട് പീസുകളായി മുറിച്ചിട്ട് എങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാനിങ്ങനെ വേഗം കഴിയാൻ വേണ്ടിയിട്ട് ഉരുളകളാക്കി വേഗം ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേഗം ഒരു 5 മിനിറ്റിനുള്ളിൽ വേഗം റെഡി കിട്ടും. 2 മിനിറ്റൊക്കെ വേണ്ട വേവാനായിട്ട്. നല്ല വേഗം സോഫ്റ്റായതല്ലേ, വേഗം വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാം നമ്മളിതുപോലെ ഉരുട്ടി എണ്ണയിലേക്ക് ഇടാം കേട്ടോ. ഒരു ഇതായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പതുക്കെ ഓരോന്നോരോന്നായിട്ട് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, വേഗമാവും. പിന്നെ അടിഭാഗവും ഇങ്ങനെ മറച്ചിട്ടെടുത്താൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് സ്നാക്സ് കോരിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആയതാണ്ട് കേട്ടോ നമ്മുടെ സ്നാക്സ്. കണ്ട അടിഭാഗം എല്ലാ ഭാഗവും ഒരുപോലെ മുരിഞ്ഞ് കിട്ടിയിട്ട് കേട്ടോ. നമുക്ക് എടുത്ത് മാറ്റണേന്ന്. അപ്പോൾ കോരി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഫ്ലെയിം കുറച്ചൊക്കെ ഇരുത്തിട്ട്, അപ്പോൾ നമ്മൾ എണ്ണ കുടിക്കുള്ളൂ സ്നാക്സ്. അപ്പോൾ കൂട്ടി വെച്ചിട്ട് എപ്പോഴും ഫ്ലെയിം നല്ല ഫുള്ളിൽ കിടന്നിട്ടാണ് സ്നാക്സ് കോരി എടുക്കാവും. അപ്പോൾ എല്ലായിടത്തും ഇനി 2ാമത്തെ ട്രിപ്പ് നമുക്ക് കുറച്ചുകൂടി ഇട്ടിട്ട് ഉണ്ടാക്കാൻ, അതുകൂടി ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. ഉരുട്ടി എണ്ണയിലേക്ക് ഇടാം. കണ്ട എന്ത് വേഗം റെഡിയാകണം. നമുക്കിതുപോലെ കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന സ്നാക്സ് ആട്ടോ. അത് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഒരുവിധ ആളുടെ വീട്ടിലൊക്കെ ഉണ്ടാവണതാണ് ഗോതമ്പ് പൊടി, നാളികേരം. ഇപ്പോൾ 5 രൂപയോ അല്ലെങ്കിൽ 10 രൂപയൊക്കെ ഒരു ബൂസ്റ്റിൻ്റെയും കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റണല്ലേ. ഇതൊക്കെ എളുപ്പത്തിൽ കുട്ടികൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന കേട്ടോ. കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാനും നമുക്ക് ഇത് കുട്ടികൾക്ക് ഒരുവിധം അറിയുള്ളവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് ഇതൊക്കെ. രണ്ടാം ട്രിപ്പ് ഇട്ടതും റെഡി ആയിട്ട് അടിഭാഗം 2 ഭാഗം ഒരുപോലെ മുരിഞ്ഞ് റെഡി ആയിട്ട് നമുക്കത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അടിഭാഗം കുറച്ച് ചിലതിൻ്റെ മുരിയാണ്ട് അതൊന്ന് മറച്ചിട്ടിട്ട് കോരിയെടുക്കാം കേട്ടോ. ഒരു കുറച്ച് നേരം അത് കൂടി ഒന്നൊരു ചിലതിൻ്റെ മുരിയാത്ത ഭാഗം കണ്ടിട്ട് അത് മറച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് പതുക്കെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ആയത് നമുക്ക് ഇനി എടുക്കട്ടെ എണ്ണയിൽ നിന്ന്. കണ്ടോ, അടിഭാഗമൊക്കെ ഇപ്പോൾ ഒരു ഇതായിണ്ടാവും. ഇനി കോരി എടുക്കാണ്ടേന്ന്. അപ്പോൾ അത് മുഴുവൻ 2ാം ട്രിപ്പ് എടുത്തതും എണ്ണയിൽ നിന്ന് കോരി എടുത്തു കേട്ടോ. അപ്പോൾ എല്ലാ സ്നാക്സും ഇത് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. നല്ല ഭംഗിയിൽ കാണാൻ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം കേട്ടോ. പുതുതായി എല്ലാവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബൈ.